Hey all, Assalamu alaikum, welcome back to my YouTube channel. It's me Rifna. So ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ നോമ്പ് തുറക്കെ? അപ്പോൾ ഇന്ന് എന്താണ് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, മാംഗോ ഷേക്ക് എന്ന് പറയാം കേട്ടോ. പിന്നെ മുന്തിരി, 2 തരം മുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ പപ്പായ, ആപ്പിൾ, പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു, കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമ്മക്കായ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, കാരണം എൻ്റെ ജീവിതത്തിൽ കഴിച്ച കല്ലുമ്മക്കായ, ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച കല്ലുമ്മക്കായ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. പിന്നെ മറ്റേ സാധനം എന്താ പറയുക, പോക്കറ്റ് ഷവർമ, അതുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഡിസൈനാക്കി വെക്കേനു കേട്ടോ അത്. പിന്നെ കൂടാതെ ദോശ, പിന്നെ ചിക്കൻ കറി, അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായത്. ആൻഡ് ഇവിടെ പിന്നെ നാരങ്ങളും ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായി. അപ്പം ഈ ഒരു നാരങ്ങ വെള്ളം, പിന്നെ ഫ്രൂട്ട് ചെത്തിയത്, ആൻഡ് അത് കൂടാതെ എന്താ പറയുക മാംഗോ ജ്യൂസിൽ ഞാൻ പപ്പായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പം അതും എൻ്റെ വകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താണ് നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴക്കാർ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൈ വാസ് സോ ഗുഡ്. ആൻഡ് പിന്നെ ഞാൻ ബാങ്കോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേനു കേട്ടോ. പിന്നെ ആദ്യം തന്നെ എൻ്റെ അനിയത്തി വന്ന് ഇവിടെ ഇരിക്കും. അതോളം മെയിനായിട്ട് അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് ഉള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കേണ്ട ഷർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഉപ്പച്ചീൻ്റെ ടീഷർട്ടാണ് കേട്ടോ. ഉപ്പച്ചീൻ്റെ ഒരു ടീഷർട്ട് ഉപ്പച്ചിക്ക് സൈസില്ല പറഞ്ഞ് ഉപ്പച്ചി മാറ്റി വെച്ച ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ടീഷർട്ട് ആയതുകൊണ്ട് ഞാനത് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് ഭയങ്കര ദാഹം കൂടുതലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും വെയിലായിരുന്നു. ഉച്ചക്കാണല്ലോ സ്കൂൾ വിടുന്നത്. അപ്പോൾ എനിക്ക് കുട ചൂടി വരേണ്ട അവസ്ഥയിൽ കേട്ടോ. അത്രയും ചൂടായി, എന്താണ് പറയുക, നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലും. പിന്നെ ഈ ഒരു ഇരുത്തത്തിൽ എപ്പോഴും ഈ ഒരു ഇരുത്തത്തിൽ ഒന്നെങ്കിലും ഞാനും എൻ്റെ ചെറിയ അനിയത്തിയും, അല്ലെങ്കിൽ എൻ്റെ ചെറിയ അനിയത്തിൻ്റെ മറ്റേ അനിയത്തി, കാരണം ഓളാണല്ലോ നടുക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ തീരെ കഴിയുന്നില്ല കേട്ടോ ഗൈസ്. ഭയങ്കര ടമ്മിങ് പെയിനൊക്കെ അയച്ചിരിക്കുക. അതിൻ്റെ കൂടെ എൻ്റെ അനിയത്താൾ രണ്ടാളും വേറൊരു അടിയും കൂടെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിച്ചത് എൻ്റെ മുമ്പിൽ തന്നെ ബത്തക്ക ഞാൻ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. കാരണം എനിക്ക് മറ്റേ പോക്കറ്റ് ഷവർമ അങ്ങനത്തെ ഒന്നും മര്യാദക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായില്ല. പിന്നെ അപ്പോൾ ഞാൻ ബത്തക്കയും ഫ്രൂട്ട്സും പിന്നെ ജ്യൂസാണ് കേട്ടോ കൂടുതൽ കഴിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ അണ്ണാക്കിൽ പുണ്ണുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജ്യൂസും ഫ്രൂട്ട്സാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. പക്ഷേ ഞാൻ മറ്റേത് തിന്നൂല എന്നല്ല, ഞാൻ തിന്നു കേട്ടോ. ആൻഡ് മാംഗോ ഷേക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് കുറച്ച് പപ്പായ പീസസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് ആയിട്ടൊക്കെ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാരങ്ങവെള്ളത്തിൻ്റെ അവസ്ഥ പറയാൻ വേണ്ട. ഞാൻ ഈ ജ്യൂസിലൊന്നും മധുരം ഞാൻ അധികം ഇടില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല മധുരം ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ അനുസരിച്ച് ഇട്ടത്. അപ്പോൾ നാരങ്ങവെള്ളത്തിലും അതേപോലെ ഇട്ട് ഞാൻ പിന്നെയും 2 നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിലോട്ട് സ്ക്വീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നാരങ്ങയ്ക്ക് ഞാൻ മധുരം ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതിന് ഇച്ചിരിയെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കയ്പ്പല്ല പുളിപ്പ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ ഓള് ക്യാമറ കാണാത്ത കളിയാണ് കളിച്ചല്. നിങ്ങളൊക്കെ ക്ഷമിക്കാം, കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് വിടുക കേട്ടാ. പിന്നെ ഇടയ്ക്ക് ഞാനും ഒന്ന് സൂൺ ഔട്ടായി പോകുന്നുണ്ട്. എന്താണാവോ ഇടയ്ക്കിടയ്ക്ക് ഈടായിട്ട് ഇപ്പം അങ്ങനെയാണ്, ഇങ്ങനെ പെട്ടെന്നായിരിക്കും സൂൺ ഔട്ടായി പോവുക.
ആൻഡ് കല്ലുമ്മക്കായ എന്താ പ്രത്യേക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പാവം കുട്ടിയായതുകൊണ്ട് ഞാനും പോലെ രണ്ടാളും വെറുതെ ഇങ്ങനെ ഇടങ്ങാറാക്കണ്ടേനിട്ട്. പക്ഷെ അത് ടേബിളിൻ്റെ അടിയിൽ നിന്ന്, കാരണം അതിൻ്റെ പുറത്തേക്ക് കണ്ടാൽ എൻ്റെ പെണ്ണ് കൊല്ലും. ഓളോളെ കാലൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാലം മാറ്റി വെച്ച്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തതൊക്കെ ഉണ്ടാവും. അത് എന്താ പറയുക, സ്വാഭാവികമാണ്. ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുകയാണെങ്കിൽ അവിടെ പിന്നെ എന്തെങ്കിലും ബദ്രയുദ്ധം ഉണ്ടാവും എന്ന് അതിൻ്റെ ഉമ്മാൻ്റെ ഒരു ഉറപ്പാണ് കേട്ടോ. മൽക്കൃഷ്ണന്റെ ചോക്ലേറ്റ് അതായത് അത്താഴത്തി നമ്മുടെ നാട്ടിൽ അങ്ങനെ. കണ്ണൂർ ഇവിടെ നോമ്പില്ലാത്ത ആൾക്കാർക്ക് നോമ്പില്ലാത്ത പച്ചപ്പായി എന്ന് പറയും.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു നോമ്പിൻ്റെ സമയം നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് ആയിട്ടാണ് കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നതുകൊണ്ട് എൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടാ. നിങ്ങൾക്ക് ട്രൈ ചെയ്തൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനുണ്ടാക്കി മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായത്, ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ക്രാക്കേഴ്സ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ. അപ്പോൾ ഞാൻ എൻ്റെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നോമ്പ് തുറന്നിട്ട് തിന്നാണ്. എൻ്റെ മറ്റേ ചെറിയ അനിയത്തി തിന്നിനും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ ചീസി ആയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിലും ഇതും ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അങ്ങനെ അത് തിന്ന്. അങ്ങനെ ഇതിങ്ങനെ തിന്നുന്ന സമയം എൻ്റെ അനിയത്തി വരുന്നുണ്ട്. അനിയത്തി വന്നിട്ട് ഓക്ക് തരുമോന്നും ഓക്ക് അങ്ങനെ ആക്കി തരുമോന്നും അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കണ്ടേനു കേട്ടോള്.